ശ്രീ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യക്കാർ അടുത്തറിയുന്നത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് നടത്തിയ ചില പ്രസ്താവനകളിലൂടെയായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യൻ രൂപയുടെ വില ഇടിയുക എന്നാൽ അർത്ഥം ഇന്ത്യക്കാരുടെ വില ഇടുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ്, നിങ്ങൾ ഇന്ത്യക്കാരുടെ വില നിരന്തരമായി ഇടിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് ഇന്ത്യക്കാരുടെ ശത്രുവാണ് നിങ്ങൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. നോക്കൂ, ഇന്ന് ഇന്ത്യൻ രൂപയുടെ വില എടുത്തു പരിശോധിക്കുമ്പോഴാണ് ശ്രീ നരേന്ദ്രമോദി എത്രമാത്രം തൻ്റെ വാക്കുകളെ മറക്കുവാൻ മടിക്കാത്ത രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ $1 വാങ്ങിയെടുക്കുവാൻ ഏതാണ്ട് 95 രൂപ 68 പൈസ ഇന്ത്യക്കാർ മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, ഇതേ ശ്രീ നരേന്ദ്രമോദി 2014 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ $1 വാങ്ങുവാൻ ഇന്ത്യക്കാർക്ക് ഏതാണ്ട് 62 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ രാജ്യത്ത് രൂപയുടെ വില നിരന്തരമായി ഇടിയുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, വിദേശ ഇൻവെസ്റ്റേഴ്സ്, വിദേശ രാജ്യത്ത് ഡോളറിൽ ഇന്ത്യയിൽ പണമെടുക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ നിരന്തരമായി ഇന്ത്യക്കുള്ളിലെ അവരുടെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നോക്കൂ, രാജ്യത്തിൻ്റെ ഇറക്കുമതി ചെലവ് വലിയ തരത്തിൽ വർദ്ധിക്കുന്നു. രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരം, പ്രത്യേകിച്ച് ഡോളറിൽ സൂക്ഷിച്ചിരിക്കുന്ന തുകയും സ്വർണത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അളവിലും വലിയ കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി ഇന്ത്യൻ രൂപയുടെ വില നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഇടിയുമ്പോഴും നഷ്ടപ്പെടുന്നത് ഇന്ത്യക്കാരൻ്റെ വിലയാണ് എന്ന് BJP-ക്കാർ ഇന്ന് സമ്മതിക്കുന്നില്ല. നോക്കൂ, രാജ്യത്തിൻ്റെ കടം 2014 ഈ രാജ്യത്ത് മറ്റ് ആളുകൾക്ക്, മറ്റ് രാജ്യത്ത് കൊടുക്കാനുള്ള കടം ഏതാണ്ട് 53 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ നിലവിലുള്ള കണക്കിൽ ആ കടം 215 ലക്ഷം കോടിയായി വളർന്നു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 41% കടമുള്ള രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ആ കടത്തിൻ്റെ ഊക്ക്, ആഴം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിക്കുന്ന നിരന്തരമായ ഇടിച്ചിൽ. നോക്കൂ, ഇന്ത്യൻ രൂപയുടെ വില നിരന്തരമായി ഇടിയുമ്പോൾ നമ്മൾ എടുത്ത ലോണുകൾ, വായ്പകൾ ഡോളറിലാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം $1 കടം തീർക്കാൻ നമ്മൾ 93 രൂപ മാറ്റിവെച്ചാൽ മതിയായിരുന്നുവെങ്കിൽ ഇന്ന് ആ $1 കടം മാറ്റിവെക്കാൻ നമ്മൾക്ക് 95 രൂപ മാറ്റിവെക്കേണ്ടി വരുന്നു. മാത്രമല്ല, രാജ്യത്തേക്ക് നടത്തുന്ന ഇറക്കുമതിയിൽ പ്രധാനപ്പെട്ടത് ക്രൂഡ് ഓയിലാണ്, നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളങ്ങളുടെ ഇറക്കുമതി. നോക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു രാജ്യം, ലോകത്തെ കർഷക രാജ്യമെന്ന് ഇന്നും അറിയപ്പെടുന്ന ഇന്ത്യയുടെ വളം മേഖലയിലെ സുരക്ഷിതത്വം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാചാടോപത്തിന്റെ ആഴം മനസ്സിലാകുന്നത്. രാജ്യത്ത് ആവശ്യമായ യൂറിയയിൽ 20% നമ്മൾ ഇന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഫോസ്ഫേറ്റിന്റെ കാര്യമെടുത്താൽ നമുക്ക് ആവശ്യമായ ഫോസ്ഫേറ്റ് വളങ്ങളുടെ 90% നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. നോക്കൂ, പൊട്ടാഷിന്റെ കാര്യമെടുത്താൽ രാജ്യത്ത് ആവശ്യമായ പൊട്ടാഷിന്റെ 100% എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് 10 ലക്ഷം ടൺ പൊട്ടാഷ് ആവശ്യമാണെങ്കിൽ ആ 10 ലക്ഷം ടൺ പൊട്ടാഷും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, രാജ്യത്ത് കാർഷിക മേഖലയിൽ ആവശ്യമായ വളങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായി ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം തുടരുമ്പോൾ രൂപയുടെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് വലിയ ബാധ്യതയായി നമ്മുടെ രാജ്യത്ത് നേരിടേണ്ടി വരും. മറ്റൊന്നാണ്, നോക്കൂ, പയർവർഗ്ഗങ്ങൾ. നമ്മുടെ രാജ്യം ഇന്നും പയർ ഉപയോഗത്തിൽ വളരെ പിന്നോക്കമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ മേഖലയിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ കുറവ് ജനങ്ങൾ വല്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക രാജ്യമായ ഇന്ത്യക്ക് ആവശ്യമായ പയർ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത്
ഏതാണ്ട് 1500 കോടി ഡോളറിന്റെ പയർ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു വിഷയമാണ് വെജിറ്റബിൾ ഓയിൽ. നമുക്ക് ആവശ്യമായ എണ്ണ വിഭവങ്ങൾ ഏതാണ്ട് 2000 കോടി ഡോളറിന്റെ എണ്ണ വിഭവങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ മാത്രമേ നമ്മുടെ അടുക്കളകളിൽ പാചകം സാധ്യമാകൂ എന്ന അവസ്ഥയിൽ തുടരുമ്പോൾ രൂപയ്ക്ക് സംഭവിക്കുന്ന വലിയ ഇടർച്ച ഇറക്കുമതി ചെയ്യുന്ന വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമാകും. രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട കടത്തിന്റെ ആഴം വർദ്ധിക്കും. ഈ ബാധ്യതകളെല്ലാം സാധാരണക്കാരുടെ തലയിൽ ഇടുത്തി പോലെ വീഴും എന്ന് തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ശക്തമാകുന്നത്. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരും ദിവസങ്ങളിൽ 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും കുറഞ്ഞത് 5 രൂപ മുതൽ 10 രൂപ വരെയെങ്കിലും വില വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നത്. അത്തരം തീരുമാനത്തിലേക്ക് മോദി സർക്കാരിന് പോകേണ്ടി വന്നത് അവരുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ ആവർത്തിച്ചുള്ള തിരിച്ചടി കൊണ്ടാണ് എന്ന് പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്.